ഡിയർ ഫ്രണ്ട്സ്, AR Edu ഇൻഫോ പ്ലസ് യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ LP UP അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള സൈക്കോളജി അഥവാ മനഃശാസ്ത്ര മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സൈക്കോളജി ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സൈക്കോളജി കൃത്യമായി പഠിച്ച് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമാവുകയും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനും സാധിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വൂണ്ട്. ഇവാൻ പാവ്ലോവ് ചേഷ്ടാവാദവുമായി ബന്ധപ്പെട്ട ആളാണ്. ചേഷ്ടാവാദത്തിൻ്റെ മുഖ്യ ആശയമാണ് വ്യവഹാരം മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിൻ്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് ജോൺ ബി വാട്സൺ. സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സ് ഘടനകൾ എന്ന പുസ്തകം പുറത്തിറക്കിയത് നോം ചോംസ്കി. വളരെ പ്രമാദമായ ഒരു പുസ്തകമാണ് സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സ്. 1957 നോം ചോംസ്കി ഘടനകൾ എന്ന പുസ്തകം പുറത്തിറക്കിയത്. നിർവഹണ മനഃശാസ്ത്രത്തിൻ്റെ വക്താവാണ് ജോൺ ഡൂയി. ഘടനാവാദവുമായി ബന്ധപ്പെട്ട വിശ്ലേഷണ രീതി ആവിഷ്കരിച്ചത് ബ്ലൂംഫീൽഡാണ്. ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റുകളാണ് എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് മനഃശാസ്ത്രജ്ഞനായ ജോൺ ലോക്ക്. ആർക്കും ഒരു ഭാഷയുടെ വിശകലനം തീർത്തും വസ്തുനിഷ്ഠമായി ചെയ്യാനാവില്ല. വിവരദാതാക്കളോട് മാനസികമായ ഐക്യരൂപ്യം കാണിക്കാനേ കഴിയൂ എന്ന് അവകാശപ്പെട്ടത് മനഃശാസ്ത്ര വിദഗ്ധനായ ഹോക്കറ്റ്. ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ തിയറി അഥവാ രചനാന്തരണ പ്രജനന വ്യാകരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് നോം ചോംസ്കിയാണ്. അനുഭവജ്ഞാന സിദ്ധാന്തം അഥവാ എംപിരിക്കൽ തിയറി, ഇതിൻ്റെ വക്താക്കളാണ് ജോൺ ലോക്ക്, ബ്ലൂംഫീൽഡ്. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ വക്താവാണ് വൈഗോട്സ്കി. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ പ്രധാന വക്താവാണ് മാക്സ് വെർത്തിമർ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഉൾക്കാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നു. പ്രധാന ജ്ഞാനനിർമ്മിതിവാദികളാണ് പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ, നോം ചോംസ്കി. പാരമ്പര്യ പഠനക്രമം കുട്ടികളുടെ സർഗാത്മക ചിന്ത കുറക്കുന്നു എന്ന് അവകാശപ്പെട്ടത് പോൾ ടോറൻസ്. ഭാഷാവയവം, പ്രേരണയുടെ ദാരിദ്ര്യം എന്നീ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോം ചോംസ്കി. അതായത് കുട്ടികൾ പെട്ടെന്ന് പരിമിതമായ സമയത്തിനുള്ളിൽ സങ്കീർണമായ ഭാഷ സൃഷ്ടിക്കണമെങ്കിൽ ഭാഷയെക്കുറിച്ച് മുന്നറിവ് ഉണ്ട് എന്നാണ് നോം ചോംസ്കിയുടെ അഭിപ്രായം. ഇത് വിശദീകരിക്കുന്ന സമയത്താണ് പ്രേരണയുടെ ദാരിദ്ര്യം എന്ന വാക്ക് നോം ചോംസ്കി പ്രയോഗിച്ചിട്ടുള്ളത്. ഭാഷ ഒരു സാമൂഹിക ഉൽപ്പന്നമാണ് എന്ന് അവകാശപ്പെട്ടത് ഡർക്കിം എന്ന മനഃശാസ്ത്ര വിദഗ്ധനാണ്. ഭാഷയാണ് ചിന്തയെ നിയന്ത്രിക്കുന്നത് എന്ന് അവകാശപ്പെട്ടത് മനഃശാസ്ത്ര വിദഗ്ധനായ വോർഫാണ്. കുട്ടികൾ വളരുന്നത് ചിന്തയിലൂടെയാണ്, ഭാഷ പിന്നീടാണ് വരുന്നത് എന്ന് അവകാശപ്പെട്ടത് മനഃശാസ്ത്രജ്ഞനായ പിയാഷെ. ബുദ്ധിയുടെ 7 തലങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച ആളാണ് തേഴ്സ്റ്റൺ. അഥവാ അവധാരണ, സംഖ്യ, ദിശ, സാഹചര്യസ്മൃതി, വാചാലത, യുക്തിചിന്തനം, ഇന്ദ്രിയജ്ഞാനം എന്നിവ ബുദ്ധിയുടെ വിവിധ തലങ്ങളാണെന്ന് തേഴ്സ്റ്റൺ പ്രതിപാദിച്ചു. ബുദ്ധിയുടെ ബഹുതലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞനാണ് ഗാർഡനർ. മാനവികതാവാദം കാൾ റോജേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് പിറക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് അവകാശപ്പെട്ടത് റൂസോ. വിദ്യാഭ്യാസം സാമൂഹ്യ പുരോഗതിക്കും പരിഷ്കരണത്തിനുമുള്ള ശക്തമായ ഉപാധിയാണ് എന്ന് പറഞ്ഞത് ജോൺ ഡൂയി. ശരിയായ വിദ്യാഭ്യാസം പഠിതാക്കളുടെ ഏറ്റവും നല്ല കഴിവുകൾ പുറത്തു കൊണ്ടുവരലാണ് എന്നവകാശപ്പെട്ടത് മഹാത്മാഗാന്ധിജി.
തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, മാതൃഭാഷ എന്നിവയ്ക്ക് ഗാന്ധിജി പ്രാധാന്യം നൽകി. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തടവറയാണ് എന്നവകാശപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ. കുട്ടികളോട് സൗമ്യമായ വാക്കുകൾ പറയണമെന്നും കുട്ടികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ശിക്ഷണ രീതി മാറ്റിക്കൊണ്ടിരിക്കണമെന്നും സ്വാതന്ത്ര്യമാണ് വളർച്ചയുടെ പ്രഥമ ഉപാധിയെന്നും അവകാശപ്പെട്ടത് വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ചില വാക്കുകളാണ്: ഒരു ചെടി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നതിലധികമൊന്നും ഒരു ശിശുവിനെ പരിപാലിക്കാനും കഴിയില്ല. കുട്ടിക്ക് പ്രചോദനം നൽകുക മാത്രമാണ് അധ്യാപകൻ്റെ ധർമ്മം. വിദ്യാഭ്യാസം എന്നത് ഒരാളുടെ മനസ്സിൽ നിക്ഷേപിക്കുന്ന വിവരങ്ങളുടെ അളവല്ല, അത് അവിടെ കിടന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഈ വാക്കുകൾ സ്വാമി വിവേകാനന്ദൻ്റെതാണ്. ഇണക്കി വളർത്തൽ വിദ്യാഭ്യാസം, വിമോചന വിദ്യാഭ്യാസം എന്നിവ പൗലോ ഫ്രയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനഃശാസ്ത്ര വിദഗ്ധനായ പൗലോ ഫ്രയർ ഇണക്കി വളർത്തൽ വിദ്യാഭ്യാസത്തെ ബാങ്കിങ് എഡ്യൂക്കേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് ഇണക്കി വളർത്തൽ വിദ്യാഭ്യാസത്തിൽ പഠിതാക്കൾ നിഷ്ക്രിയ വസ്തുക്കളായി മാറുന്നു. പൗലോ ഫ്രയറിൻ്റെ പ്രമാദമായ വാക്കുകളാണ്: ജനാധിപത്യ പരിശീലനത്തിലൂടെ ജനതയെ ജനാധിപത്യം പഠിപ്പിക്കണം. അനുഭവത്തിലൂടെ മാത്രമേ ആ അറിവ് ലഭിക്കൂ. എന്നാൽ ജനങ്ങൾക്ക് ആ അറിവ് പകരാൻ നാം ശ്രമിക്കുന്നത് വാക്കുകളിലൂടെയാണ്. കൂട്ടിമുട്ടാത്ത വരകൾ ദൂരെ നിന്ന് നോക്കിയാൽ ഒരുപോലെ തോന്നുന്നു എന്നത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ പൂർണ്ണത നിയമമാണ്. അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഗ്രൂപ്പായി കാണുന്നു എന്ന് പറയപ്പെടുന്ന നിയമമാണ് സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി. പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോഹ്ലർ. വൈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്ത്? സാമൂഹീകരണം. പഠന വൈകല്യങ്ങൾ ഏതൊക്കെയാണ്? ഡിസ്ലക്സിയ അഥവാ വായനയിലുള്ള വൈകല്യം, ഡിസ്കാൽക്കുലിയ കണക്ക് കൂട്ടാനുള്ള വൈകല്യം, ഡിസ്ഗ്രാഫിയ ആലേഖന വൈകല്യം, ഡിസ്പ്രാക്സിയ സൂക്ഷ്മവും തുടർച്ചയായതുമായ പ്രവൃത്തി ചെയ്യാനുള്ള വൈകല്യം. എന്താണ് അനുരൂപീകരണം? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ പഠന പ്രക്രിയ മാറ്റുന്നതിനെയാണ് അനുരൂപീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോക്കോമോട്ടോർ ഇമ്പയർമെൻ്റ് എന്നാൽ ശാരീരിക വെല്ലുവിളികളാണ്. PWD ആക്ട് നിലവിൽ വന്നത് 1996. പഠന വൈകല്യമുള്ള കുട്ടികൾ ബുദ്ധി കുറഞ്ഞവരല്ല, മറിച്ച് ന്യൂറോളജി പരമായ വൈകല്യമുള്ളവരായിരിക്കും. എന്താണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്? നേരത്തെ നിശ്ചയിച്ച മാനദണ്ഡപ്രകാരം ഗ്രേഡിംഗ് നൽകുന്ന രീതിയാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. അതായത് 90% മുകളിൽ മാർക്ക് വാങ്ങിയാൽ A+ ഗ്രേഡ്, 80% മുതൽ 89% വരെ A ഗ്രേഡ്. അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡപ്രകാരം ഗ്രേഡ് നൽകുന്ന രീതിയാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. എന്നാൽ കേരളത്തിലെ ലോവർ പ്രൈമറി സ്കൂളുകളിൽ തുടർന്നു പോരുന്ന ഗ്രേഡിംഗ് സമ്പ്രദായമാണ് 5 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ്. അതായത് പുവർ, ബിലോ ആവറേജ്, ആവറേജ്, എബോ ആവറേജ്, ഗുഡ്, ഇങ്ങനെ 5 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് ലോവർ പ്രൈമറി സ്കൂളുകളിൽ കേരളത്തിൽ നിലവിലുള്ളത്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഫോർമാറ്റീവ് ഇവാലുവേഷൻ്റെ ഭാഗമാണ്. ഇവാലുവേഷൻ 2 രീതിയിലാണ്: ഫോർമാറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും. കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE വർക്ക്, കുട്ടികൾക്ക് നൽകുന്ന CE വർക്ക് ഫോർമാറ്റീവ് ഇവാലുവേഷൻ്റെ ഭാഗമാണ്. എന്നാൽ ടേം എക്സാം സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഭാഗവുമാണ്. കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠനത്തിനിടയിൽ നടത്തുന്ന ഇവാലുവേഷനെയാണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ പഠന കാലയളവിന് ശേഷം പ്രമോഷൻ നൽകാനും അതേപോലെ പഠന നിലവാരം
പരിശോധിക്കാനുമൊക്കെ നടത്തുന്ന ഇവാലുവേഷനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ടേം എക്സാം സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഭാഗമാണ്. ഒരു ടെസ്റ്റിന് വാലിഡിറ്റി അഥവാ സാധുതയുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഏത് സാഹചര്യത്തിൽ ടെസ്റ്റ് നടത്തിയാലും കുട്ടിക്ക് ഒരേ സ്കോർ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് വാലിഡിറ്റി അഥവാ സാധുത ഉണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കും. പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില സിദ്ധാന്തങ്ങളാണ് ദ്വിഘടന സിദ്ധാന്തം, ദ്വിഘടന സിദ്ധാന്തം, ബഹുഘടന സിദ്ധാന്തം, ബഹുഘടന സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം. ഇതിൻ്റെയൊക്കെ വക്താക്കൾ ആരൊക്കെയാണ്? ദ്വിഘടന സിദ്ധാന്തം സ്പിയർമാൻ, ബഹുഘടന സിദ്ധാന്തം തൊണ്ടൈക്ക്, ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ്. ഇൻ്റലിജൻസ് കോഷ്യൻ്റ് അഥവാ ഐ ക്യു എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് ബിനെ. ഐ ക്യു കാണാനുള്ള സമവാക്യമാണ് മാനസിക വയസ്സ് ഡിവൈഡഡ് ബൈ കാലിക വയസ്സ് ഇൻറ്റു 100. ഐ ക്യു 130 അതിൽ കൂടുതലോ ആണെങ്കിൽ വെരി ഗുഡ്. 120 മുതൽ 129 വരെയാണെങ്കിൽ ഗുഡ്. 110 മുതൽ 119 വരെയാണെങ്കിൽ എബോവ് ആവറേജ്. 90 മുതൽ 109 വരെയാണെങ്കിൽ ആവറേജ്. 80 മുതൽ 89 വരെയാണെങ്കിൽ ബിലോ ആവറേജ്. 70 മുതൽ 79 വരെയാണെങ്കിൽ പുവർ. 70നും ചുവടെയാണെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് ആണ്, മാനസിക പ്രശ്നമുള്ള കുട്ടിയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിൻ്റെ കർത്താവാണ് ഡാനിയൽ ഗോൾമാൻ. വളരെ പ്രമാദമായ പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. EQയുമായി ബന്ധപ്പെട്ട അഥവാ വൈകാരിക മാനവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഈ എമ്പതിയുടെ ആവശ്യകതയെക്കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നമാണെന്ന നിലക്ക് സമീപിക്കുകയും മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് എമ്പതി എന്ന് പറയുന്നത്. റെയ്മണ്ട് കാറ്റലിൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധി 2 തരത്തിലാണ്: ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്നാൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നേരത്തെ സമ്പാദിച്ചു വെച്ച വിവരങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അവിടെ കുട്ടി പ്രയോഗിക്കുന്ന ബുദ്ധി ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ്. എന്നാൽ പുതിയ സിറ്റുവേഷനിൽ നേരത്തെ നേടിയ വിവരങ്ങളല്ലാത്ത രൂപത്തിൽ സാഹചര്യം തരണം ചെയ്യാൻ വേണ്ടി കുട്ടി പ്രയോഗിക്കുന്ന ബുദ്ധിപരമായ കാര്യങ്ങളാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ചാക്രിക പഠന പദ്ധതി, ആശയാദാന മാതൃക എന്നിവ ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ്. കണ്ടെത്തൽ പഠനം, സംവാദാത്മക പഠനം എന്നിവയും ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ്. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ വക്താക്കളാണ് ബ്രൂണർ, വൈഗോട്സ്കി. പ്രധാനി വൈഗോട്സ്കിയാണ്. സാംസ്കാരിക കൈമാറ്റം നടത്തുന്നതിലും അറിവ് നിർമ്മാണത്തിലും ഭാഷാധ്യാപകർക്ക് മുഖ്യ പങ്ക് വഹിക്കാനാകും എന്ന് അവകാശപ്പെട്ടത് ആരാണ്? വൈഗോട്സ്കി. വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത് പിയാഷെയാണ്. ജ്ഞാനനിർവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് പിയാഷെ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ മറ്റ് പേരുകളാണ് സമഗ്രതാ ദർശനം അല്ലെങ്കിൽ ക്ഷേത്ര സിദ്ധാന്തം. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രധാന വക്താക്കളാണ് വർത്തിമർ, കോഫ്ക, കോളർ. ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദത്തിന് രൂപം നൽകിയത് വാട്സൺ ആണ്. ബിഹേവിയറിസത്തിൻ്റെ മറ്റു പേരുകളാണ് പെരുമാറ്റ മനഃശാസ്ത്രം, ചേഷ്ടവാദം. മറ്റു ബിഹേവിയറിസ്റ്റുകളാണ് പാവ്ലോവ്, സ്കിന്നർ, തൊണ്ടൈക്ക്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാവ്ലോവ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണികാനുബന്ധ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാവ്ലോവ്.
നായയിൽ പരീക്ഷണം നടത്തി പൗരാണികാനുബന്ധ സിദ്ധാന്തം ആവിഷ്കരിച്ച ആളാണ് പാവ്ലോവ്. എന്താണ് എക്സ്റ്റിങ്ഷൻ? ഒരു അനുബന്ധ ചോദകം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധനം രൂപപ്പെടുത്തുന്നതിനെയാണ് എക്സ്റ്റിങ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോ ഓഫ് ഇഫക്റ്റ് അഥവാ പരിണാമ നിയമം അഥവാ ഫലനിയമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊണ്ടൈക്ക്. വിജയത്തെപ്പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്നത് ആരുടെ വാക്കുകളാണ്? തൊണ്ടൈക്ക്. തൊണ്ടൈക്കിൻ്റെ മറ്റു നിയമങ്ങളാണ് സന്നദ്ധതാ നിയമം അഥവാ റെഡിനെസ്, അഭ്യാസ നിയമം അല്ലെങ്കിൽ പരിശീലന നിയമം അഥവാ എക്സർസൈസ്, ചോദക പ്രതികരണ സിദ്ധാന്തം അഥവാ ശ്രമപരാജയ സിദ്ധാന്തവും തൊണ്ടൈക്കുമായി ബന്ധപ്പെട്ടതാണ്. ഒപ്പറൻ്റ് കണ്ടീഷനിങ്, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ക്രിയാനുബന്ധന സിദ്ധാന്തം എന്നിവ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കിന്നർ. 11 മാസം പ്രായമുള്ള കുഞ്ഞിൽ പരീക്ഷണം നടത്തിയ ആളാണ് JB വാട്സൺ. പ്രബലനം, പ്രോഗ്രാംഡ് ലേണിംഗ്, ശിക്ഷയും സമ്മാനവും ഇവ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കിന്നർ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, പരിക്രമീകൃത ബോധനം ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ്. ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികസനത്തെ വിശദീകരിച്ചത് കാതറിൻ ബ്രിഡ്ജസ്. ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികസനത്തെ സംബന്ധിച്ച് ചാർട്ട് തയ്യാറാക്കിയതും കാതറിൻ ബ്രിഡ്ജസ് ആണ്. ശിശുവികാരങ്ങളുടെ പ്രത്യേകതകളാണ് ക്ഷണികത, തീവ്രത, ചഞ്ചലത, വൈകാരിക ദൃശ്യത, സംക്ഷിപ്തത, ആവൃത്തി. വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് അന്ത്യബാല്യത്തിലാണ്. ശൈശവം, ആദ്യബാല്യം, അന്ത്യബാല്യം, കൗമാരം എന്നിങ്ങനെ പല ഘട്ടങ്ങൾ ഉള്ളതിൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് അന്ത്യബാല്യത്തിലാണ്. പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം എന്താണ്? ഒരു വ്യക്തിയുടെ വികാസം നടക്കുന്നത് അടുത്തുനിന്നും ദൂരേക്കാണ് എന്ന് സമർത്ഥിക്കുന്ന നിയമമാണ് പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം. ഡെവലപ്മെൻ്റൽ ടാസ്ക് അഥവാ വികസന പ്രവൃത്തി എന്ന ആശയം മുന്നോട്ട് വച്ചത് ഹാർവി ഗസ്റ്റ് എന്ന മനഃശാസ്ത്രജ്ഞനാണ്. ശൈശവത്തിൽ പുത്രിക്ക് പിതാവിനോടുണ്ടാകുന്ന വൈകാരിക ബന്ധത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കോംപ്ലക്സ്. 2ാം ഭാഗവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.